അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ നമ്മുടെ പുതിയ വണ്ടിയുടെ ഒരു സർവീസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് ആയിട്ടുണ്ട്. 1000 കിലോമീറ്റർ കവർ ചെയ്താലാണ് നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് ആവുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി 1000 കിലോമീറ്റർ കവർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഷോറൂമിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, 1 മാസമായി കഴിഞ്ഞാലും വണ്ടി സർവീസിന് കൊടുത്തിട്ടാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ വണ്ടി എത്ര ആകെ ലോങ് പോയിക്കൊണ്ട് കഴിഞ്ഞാൽ വെറൊരു അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും പൊന്നാനി പോയത്. ആകെ ലോങ് ആയിട്ട് പോയിട്ടുള്ളത് ആ ഒരു പൊന്നാനിക്ക് മാത്രമാണ്. അപ്പോൾ ഇന്ന് പിന്നെ പെരുന്നാൾ കാര്യങ്ങളൊക്കെ വരികയല്ലേ, അപ്പോൾ അതിൻ്റെ മുമ്പ് പെരുന്നാളിന് എങ്ങനെയായാലും ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ അത് ലോങ്ങുമാണ്. അപ്പോൾ വണ്ടി ഒന്ന് ചെക്കപ്പ് ചെയ്യുക, ഫസ്റ്റ് സർവീസിന് ചെക്കപ്പും പിന്നെ വേറെ എന്തൊക്കെയും കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ വണ്ടി സർവീസിന് കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ നമ്മുടെ 1 മന്ത് യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടേക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി ഇതട്ടോ. അപ്പോൾ വണ്ടി വാഷ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, കാരണം സർവീസിന് മുമ്പ് അവർ വാഷിംഗ് ഉണ്ട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്നലത്തെ മഴയത്തെ മണ്ണും ചെളിയൊക്കെ പാടി കുടിച്ച് കയറിക്കണം വണ്ടിയിൽ. സാധാരണ വണ്ടി ഒരു ദിവസം കൊണ്ടുപോയി അപ്പം ഞാൻ കഴുകില്ല. അപ്പം സർവീസിലുകൊണ്ട് മാത്രം വണ്ടി ഇങ്ങനെ വാഷ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഫുള്ള് ചളി ടയർ ഇവിടെ കൊണ്ടുപോയി ഈ ഒരു ഭാഗടക്ക് ഫുള്ള് ഇടക്കിടക്ക് ചളി നമ്മൾ കഴുകിണ്ടായിരുന്നു. അത്രക്കും വണ്ടീനെ പക്ക കെയർ ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോയി. അമ്മ പറയുകയും ചെയ്യും, ഇച്ചിന്ന് അതിന് സോക്കേസിൽ എടുത്തോ. പിന്നെ നമ്മുടെ വണ്ടി ബേസ് മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാർസൽ ട്രേ നമ്മുടെ ബൂട്ട് സ്പേസിലിരിക്കുന്ന പാർസൽ ട്രേ വണ്ടിയിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ടൈമിൽ അവരോട് പാർസൽ ട്രേ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരിനോട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇവിടെ ഈ വെക്കണ ഈ ഒരു ഇതാട്ടോ പാർസൽ ട്രേ. അപ്പോൾ അതും കൂടി പിന്നെ നമ്മുടെ വണ്ടിയിൽ വെക്കാണ്ട്. പിന്നെ ബാക്കി കുറച്ചും കൂടി നമ്മുടെ വണ്ടീനെ പറ്റിയിട്ട് യൂസേജിൽ പറയാണ്ട് നമുക്ക് അവിടെ പോകുമ്പോൾ വണ്ടിയിൽ നോക്കിയാൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ബഡ്ഡി ഉണ്ട്, നമ്മുടെ നാട്ടിലൊരു ബഡ്ഡി. അപ്പോൾ ഓനെ പിക്ക് ചെയ്യണം, എന്നിട്ട് നേരെ പെരിന്തൽമണ്ണയ്ക്ക് പോകണം. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി 699 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഓടിയിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ 11.7 കിലോമീറ്ററിൽ കാണിക്കണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കിലോമീറ്ററിനെ കണക്കിൽ കുറച്ച് സങ്കടം വരുന്നുണ്ട്, കാരണം ഇടയ്ക്ക് ഇങ്ങനെ കയറും. ഇപ്പോൾ ഞാൻ പൊന്നാനി പോയപ്പോൾ ഹൈവേ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്, പക്ഷെ അവിടുന്ന് എനിക്കൊരു 12 സംതിങ് ഒക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കിലോമീറ്റർ. അപ്പോൾ നമ്മുടെ പഴയ ഈ കാറിൻ്റെ വീഡിയോസിലൊക്കെ കുറേ പേര് 16 മേലേക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയണ ആരെങ്കിലും നമ്മുടെ വീഡിയോയിലൊന്ന് കമൻറ്റിലൊന്ന് പറയട്ടോ. അതിനിപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് സർവീസ് കഴിഞ്ഞാലുള്ള കിട്ടുകയെന്നോ അതോ വേറെ എന്തെങ്കിലും ഗിയർ ഷിഫ്റ്റ് ചെയ്യണേലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. അത് ഇനിയിപ്പോൾ എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഇതിൽ കമ്മിയായിട്ട് കിട്ടണതാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു കിലോമീറ്ററിൻ്റെ ഈ ഒരു ഇതിൽ ഈ ഒരു ഹൈ റൈഡർ ഓടിക്കണതോ അല്ലാന്നുണ്ടെങ്കിൽ ഈ കാർ ഓടിച്ചിട്ട് നല്ല പരിചയമുള്ളവരൊക്കെ ഉണ്ടാവില്ല വണ്ടി ഓടിച്ചിട്ടൊക്കെ, അവരാരെങ്കിലും നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ അതോ 11.7 കിട്ടുന്നത്, ഇടയ്ക്കൊരു 12 മേലേക്ക് ചാടലുണ്ട്. അപ്പോൾ അതൊന്ന് പറയാം. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, നമ്മുടെ ബഡ്ഡിയുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബഡ്ഡിയുടെ പെരെത്തിയിട്ടുണ്ട്. അപ്പോൾ അവനെ ഇനി നീച്ചിലുണ്ടാവും. നമുക്ക് കറക്റ്റ് ഒരു 10:30 ആകുമ്പത്തിന് അവിടെ ഷോറൂമിൽ എത്തണം പറഞ്ഞതാ. ഇപ്പം തന്നെ 10 മണി ആയിക്കണം. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു അരമണിക്കൂറിന് മേലെ ഓട്ടോ ഉണ്ട്. ഇയാൾ നോമ്പ് നോൽക്കൂല, എന്നാൽ പിന്നെ വിളിച്ചാൽ നീക്കൂല. ഇജവിടെ ഞാൻ എൻ്റെ പേരുടെ മുമ്പിലുണ്ട്. വേം നീച്ചിക്കണു. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ശരിക്കും ഞങ്ങള് ഫസ്റ്റ് ഒരു ഇതിങ്ങനെ എന്താ നമ്മൾ പറയാ, ഈ ഒരു മീറ്റർ നമുക്ക് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ജസ്റ്റ് ഇതിന്റെ ഈ ഒരു നോബ് ഇവിടെ ഒരു സ്റ്റിക്ക് ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആവറേജ് ഫുൾ എഫിഷ്യൻസി റേഞ്ച് എന്നൊക്കെ 0 ആവും. പിന്നെ നമ്മളെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ അതിന്റെ ആ ഒരു എമൗണ്ട് ഇങ്ങനെ കൂടി വരും. അപ്പോൾ അങ്ങനെ കൂട്ടിയിട്ട് ഒരു പ്രാവശ്യം എനിക്ക് ഒരു 16 മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു, ഒറ്റ പ്രാവശ്യം. അതും പെട്ടെന്ന് കയറി അതേപോലെയാണ് ഇറങ്ങും ചെയ്തത്. ആകെ അത് ഞാൻ ഫോൺ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആണെങ്കിൽ നമ്മുടെ വീടിൻ്റെ സൈഡിൽ കാണിച്ചു തരാം. പിന്നെ അങ്ങനെ അങ്ങോട്ട് കയറിയിട്ടില്ല. പിന്നെ 14 ആയിട്ടില്ല, 13ക്കും പോയിട്ടില്ല. അപ്പോൾ ഇത് ഈ പിന്നെ ഇതിൻ്റെ നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഓരോ ഗിയർ ഷിഫ്റ്റിൻ്റെ ഒരു എമൗണ്ട് ഇങ്ങനെ കാണിക്കലുണ്ട്. പഴയ വണ്ടിയിൽ അതില്ല, അപ്പോൾ ഈ വണ്ടിയിൽ അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കണക്കിനനുസരിച്ചിട്ട് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജിൽ എന്തെങ്കിലും വ്യത്യാസം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ, പിന്നെ ഇനി ഗിയർ ഷിഫ്റ്റ് ചെയ്യണതിൽ എന്തെങ്കിലും ടിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതൊന്ന് നമ്മുടെ വീഡിയോ കാണുന്നില്ല ആരെങ്കിലും അറിയണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. അപ്പോൾ മൈലേജ് അങ്ങോട്ട് കിട്ടണില്ല ഒന്നാമത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമത്തിലാണ് നിൽക്കണത്.
കമ്പനി എത്ര 18-19 കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 11 തന്നെ കിട്ടി. ഒന്നാമത് ഹൈ റൈഡർ എടുത്തിട്ട് ശരിക്കും നമ്മൾ കിയ എടുക്കാനാണ്, കിയയുടെ സോണറ്റോ സെൽറ്റോസോ. പക്ഷെ ആ വണ്ടിക്ക് മൈലേജിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടിക്ക് തന്നെ മാറിയത്. പിന്നെ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് പിന്നെ അതിൻ്റെ മൈലേജ് തന്നെ ഇപ്പോൾ ഇതിൽ കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, മറ്റൊന്നും കാണാനുമില്ല. അപ്പോൾ നമ്മുടെ ബഡ് വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. നിയാൽ എന്ന പേര്. ചെക്കൻ എൻ്റെ 5ൻ്റെ ഒപ്പം പഠിക്കണതാണ്. പക്ഷേ നമുക്ക് പറ്റിയ ടീമാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഡെലിവറി ചെയ്ത് പനനാങ്ങര ഷോറൂമിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടേക്ക് തന്നെയായിട്ട് നമ്മൾ പോകുന്നത് സർവീസിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ വണ്ടി മേടിച്ചിട്ട് ഒരു ഏകദേശം 1 മാസം ആവാനായിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഓടിച്ചതിൽ എൻ്റെ ഒരു അനുഭവം പറയുന്നതിന് മുമ്പത്തെ എൻ്റെ വണ്ടി പറയുമ്പോൾ എക്സൈലോൻ്റെ ഒരു ചെറിയൊരു വണ്ടി ഉണ്ട്, 7 സീറ്റർ തന്നെ വരിക, കോണ്ട പറഞ്ഞിട്ട്. ആ വണ്ടി ഡീസൽ വണ്ടിയാണ്, ഇത് പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി നമ്മൾ ഡീസൽ വണ്ടി ആകുമ്പോൾ ഒന്നുകൂടി നമുക്ക് കുറച്ച് പവറും ഉണ്ടാവും, എടുക്കുമ്പോൾ നല്ല ഒരു പുള്ളിങ് ഉണ്ടാവും. ഈ വണ്ടി പെട്രോൾ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ചില ടൈമിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. വണ്ടിയിൽ വെയിറ്റ് ഇത് 5 ആൾ വണ്ടിയിൽ കയറുമല്ലോ, 5 ആൾ കയറി കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ തന്നെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പുള്ളിങ് നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ കിട്ടില്ല. അത് അങ്ങനെ ഒരു ഇതൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ. പിന്നെ മൈലേജിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ വേറെ വണ്ടി ഓടിക്കണേലോ ഇതിലോ കുഴപ്പമൊന്നുമില്ല. പിന്നെ വണ്ടി റോഡ് പ്രസൻസ് ഒക്കെ പക്കയാണ്. വണ്ടി ഫുൾ ഡീക്രോം ഒക്കെ ഇട്ടപ്പോൾ നല്ല വണ്ടിക്കൊക്കെ നല്ല ശ്രദ്ധ ഇട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എനിക്ക് ഈ ഒരു 1 മാസത്തിൽ ഓടിയതിലേക്ക് തോന്നിയത്. ആകെ വണ്ടി ഓടിയിട്ടുള്ളത് പറയുമ്പോൾ ഈ ഒരു പൊന്നാനി ആ ഒരു ഭാഗത്തേക്ക് മാത്രമാണ്. അപ്പോൾ ആകെ 701 കിലോമീറ്റർ. അപ്പോൾ എത്ര കിലോമീറ്റർ ഉള്ളൂ. ഇനിയിപ്പോൾ പെരുന്നാളിന് ട്രിപ്പൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി ലോങ് പോകുമല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് അറിയാം വണ്ടി എന്താ പാട്. ഇവിടെ എന്തോ ഒരു ഇതുണ്ട് കേട്ടോ. പൂരാണോ എനിക്ക് തോന്നുന്നു. പാലൂര് നേർച്ച ഇതാ പൂരം തോന്നിട്ടു. 3 ആന കണ്ട്. എടാ നമ്മൾ ആ ഭാഗത്ത് കൂടെ പോയാലാണ് ഇതുണ്ടാവുക. ഈ കൂടെ പോകാനല്ല നിന്ന് സാധാ അങ്ങനെ തന്നെ പോകേണ്ടത്. പക്ഷെ ഇവിടെ റോഡ് പണി ആയതുകൊണ്ട് ഇടക്ക് പണി കിട്ടും. അപ്പൊ ഇനി പെരിന്തൽമണ്ണ വെച്ചിട്ട് കാണട്ടോ. അവിടെ ഞാൻ എനിക്ക് നോമ്പില്ലല്ലോ. ഇക്ക് പിന്നെ വൈകുന്നേരത്തെ ഒരു നോമ്പ് തുറ ഉണ്ട്. അപ്പൊ അതിനും കൂടിയും കയറണം. അപ്പൊ ഇവൻ ശരിക്കും നോമ്പുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ വിട്ടുപോയി. വണ്ടി നമ്മൾ ഓടിക്കുമ്പോ ചെറിയ ഗട്ടറൊക്കെ ചാടുമ്പോ ചെറിയൊരു കിടി സൗണ്ട് ഇങ്ങനെ കേൾക്കാണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ മേടിച്ച സെയിൽസ്മാനോട് ചോദിച്ചപ്പോ ഡിക്കിന്റെ ഉള്ളിൽ നിന്ന് മറ്റേ സ്പെയർ വീൽ ഉണ്ടാവുമല്ലോ, അത് നേരെ വെച്ചിട്ടുണ്ടാവില്ല, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും അളക്കാരനൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അതൊക്കെ നോക്കി. പക്ഷെ എന്നാലും ചില ടൈമിലൊക്കെ ഇടികിടി കേൾക്കണ്ട. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ട്. ഇപ്പൊ നമ്മുടെ റോഡ് ഫ്രണ്ടില് ചെറിയൊരു ഗട്ടറിന്റെ ഭാഗം വരുന്നുണ്ട്. അപ്പൊ അവിടെ വണ്ടി ചോടുമ്പോ ക്യാമറയിൽ എത്ര കേൾക്കും അറിയാം. ജസ്റ്റ് നിങ്ങൾ കേട്ടോ. ഒരു കിടികിടി സൗണ്ട് കേൾക്കാണ്ട്. ഇപ്പൊ വേണ്ട നേരത്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് വരുന്നില്ല. എന്താ പെട്ടെന്നാണ് ആ ഒരു ഇതുണ്ടാവുക. അപ്പൊ ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കാണിച്ചു തന്നപ്പോ അത് കേൾക്കണില്ല. സംഭവം ഉണ്ടത് ചില ടൈമിലാണ് വിരഞ്ഞ്. നമ്മളെ വണ്ടിയിൽ വെയിറ്റ് ഇപ്പൊ ഞങ്ങൾ ആകെ 2 ആളുള്ളല്ലോ. അപ്പൊ ഇന്നലെ ഞാനിപ്പനൊക്കെ കൂട്ടിയിട്ട് ഒരു സ്ഥലം വരെ പോയിണ്ടായിരുന്നു, ചെറിയ നോമ്പർപ്പിക്കലുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി വരുമ്പോ ബാക്കിൽ 2 ആള് കയറും, 3 ആളിരുന്നു ബാക്കിൽ, അനിയനും കൂടി ആയപ്പോ. അപ്പൊ അങ്ങനെ വെച്ച് പോരുമ്പോ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഇനിയിപ്പൊ ഞങ്ങൾ ഫ്രണ്ടിൽ ഇരുന്നോണ്ടാണോന്ന് അറിയില്ല. ഇപ്പൊ കാണിച്ചു തരുമ്പോ സൗണ്ട് കേൾക്കണില്ല. എന്തായാലും അവിടെ പോയി കാണിച്ചു കൊടുക്കണം, എന്താന്ന് അറിയാലോ. അല്ലാതെ ഇപ്പൊ അത് ഭയങ്കര നോയ്സാണ്. നമ്മള് പാട്ടിട്ട് പോകുമ്പോ അറിയില്ല. അപ്പൊ ഇടയ്ക്ക് ഇപ്പൊ നമ്മളിങ്ങനെ ആൾക്കാരിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് വണ്ടിയിൽ പോകുമ്പോ ആ ഒരു കിരി പറഞ്ഞൊരു സൗണ്ട്, അതൊന്നും അവിടെ കാണിച്ചു കൊടുക്കണം എന്തായാലും. അപ്പൊ അങ്ങനെ ഫൈനലി നമ്മളെ ഷോറൂമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പനനാങ്ങര ഉള്ള ടൊയോട്ട ഷോറൂമിൽ നിന്നിട്ട് നമ്മൾ വണ്ടി എടുത്തപ്പോ അവിടെ തന്നെ പോണത്. അത്യാവശ്യം വലിപ്പം
എവിടെ ഇടണ്ടേ? ഇട്ടാ മതിയെന്നോ? സർവീസിന് സർവീസ് ആ ഇല്ലല്ല പുതിയതാ. നമ്മുടെ വണ്ടി ഇവിടെ സർവീസിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ വണ്ടി അത്യാവശ്യം ചളി കണ്ടോ? നല്ല ചളി ഉണ്ടല്ലേ. ലെങ്കി മറിഞ്ഞ വണ്ടിയായിരുന്നു. വണ്ടി ഒരു ഇവിടെ ഇടാനാണ് പറഞ്ഞത്. ഇനിയിപ്പോ ഇവിടെയാണ് അതിന്റെ മെയിൻ ഉണ്ട്. ഇനി അവിടെ ഒന്ന് പോയോക്കാം. നമ്മളെ സെയിൽസ്മാൻ അടക്കം അവിടെ ഉണ്ടാവും. അതിനൊന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വന്നതിനെ വിളിക്കാൻ പറഞ്ഞിട്ട് അതിനുണ്ടായിരുന്നു. ഇനി അവിടെ ഒന്ന് പോയോക്കാം. ഇവിടെ ഉണ്ടാവേണ്ടതാണ് സർവീസിന്. ആ നമ്മുടെ വണ്ടി ഡെലിവറി ചെയ്യുമ്പോ നമുക്ക് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു സെയിൽസ്മാൻ ആട്ടോ. അതിലെന്നാ പേര്. പിന്നെ വണ്ടിയുടെ പാർസൽ ട്രെയിനിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഞാൻ ബാക്കിൽ നിന്ന് ചെറിയൊരു നോയ്സ് വരുന്നുണ്ട് പറഞ്ഞില്ലേ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. സർവീസ് പറഞ്ഞിട്ടില്ലേ. വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. വണ്ടിയുടെ കീന്റെ കയ്യിലാണ്. അത് എന്ത് ചെയ്യണ്ട്? അതിൽ വെക്കേണ്ടി വരുമോ? ചെയ്യൂലേ. ഇതില് പാർസൽ ട്രേ പെട്ടെന്ന് വെക്കുണ്ടാവൂലേ. ഇതിന്റെ സൗണ്ട് എങ്ങനെ വെച്ചാൽ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരുമ്പോഴും നോക്കി ബാക്കിൽ ആളിരിക്കുമ്പോഴാ ഇങ്ങോട്ട് വാ. ബാക്കിൽ ആളിരിക്കുമ്പോഴാ അതുകൊണ്ട് സൗണ്ട്. ആ വേണമെങ്കിൽ നമുക്കൊന്ന് ഇവനക്ക് കാണിച്ചെടുക്കാൻ വേണ്ടിട്ട് ഞാനേ അപ്പൊ സൗണ്ട് കേൾക്കണില്ല. ബാക്കില് വെയിറ്റ് ഉണ്ടാകുമ്പോഴാണ് തോന്നുന്ന സൗണ്ട്. പണി ഓടിച്ചോക്കാം. ഇവിടെ നല്ല ഗട്ടർ റോഡ് ഉണ്ടോ? ഇതാ ഓടിച്ചോക്ക്. എന്ത്? ഇല്ല ഞാൻ ഇവിടെ കൊടുന്ന് ഇട്ടു. നേരെ അങ്ങോട്ട് വന്നു. ബാക്കില് വെയിറ്റ് ഉണ്ടാകുമ്പോഴാണ് ആ സൗണ്ട്. ആ കിടി കിടി. ഇന്നലെ ഇപ്പൊ നോമ്പർപ്പിക്കലിന് ഫാമിലി മൊത്തമായിട്ട് പോയി. അപ്പൊ ബാക്കില് വെയിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ചെറിയ സൗണ്ട്. ഇപ്പൊ കേൾക്കുണ്ടാവില്ല. ഒരു പോക്കറ്റ് റോഡ് കേറിയാ മതി. ഇത് കൂടെ പോകാൻ പറ്റില്ല. അന്ന് ഞങ്ങൾ അങ്ങനെ മറ്റേ എങ്ങായി കൊണ്ടാക്കി. ആ ഞങ്ങള് വണ്ടി ഇവിടെ ഇട്ടപ്പോ പാലൂർക്ക് എത്തി. ഞാനും പിന്നീട് നോക്കേണ്ടി വരും. ഫോണ് മാറ്റണം. പിന്നെ ഈ മറ്റേ ഗിയറിന്റെ നോബില്ലേ അതൊന്ന് ചേഞ്ച് ചെയ്യണം. അത് കുറെ കമന്റ് വരുന്നുണ്ട്. പിന്നെ ലൈറ്റും ഹെഡ്ലൈറ്റ് അല്ല ആംബിയൻ ലൈറ്റ് ഉള്ളിലേക്ക് ലൈറ്റ്. സർവീസ് കഴിഞ്ഞിട്ട് നോക്കും. കാരണം ചില ബോൾട്ട് തന്നെ ലൂസ് ആയിക്കണം. അപ്പൊ ഫസ്റ്റില് നോക്കും. ഫുള്ള് ചെക്ക് ചെയ്യണ്ടാവൂലേ? അല്ല ഇതിലിപ്പോ ഫസ്റ്റ് സർവീസിന് എന്തൊക്കെയല്ലേ? എന്തൊക്കെയാ ഇൻക്ലൂഡ് ആയിട്ട്? ചെക്കപ്പ് തന്നെയാണ് കാര്യമായിട്ട്. ഓയിൽ ചേഞ്ച് വരില്ല. ഇതിന്റെ ഇപ്പൊ ഈ മൈലേജിന്റെ എന്തെങ്കിലും ഇതുണ്ടാവോ? ഇപ്പോൾ 11 ഫസ്റ്റ് ഓയിൽ ചേഞ്ച് കഴിഞ്ഞാലാണ് കറക്റ്റ് കിട്ടുള്ളൂ അല്ലേ? പിന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഞാൻ കുറെ നോക്കി റീസെറ്റില്. ഇനി തിരിച്ചു പോകുമ്പോഴേ ഞാൻ ഒന്ന് പിന്നിൽ നോക്കാം. ഇജ അവിടെ ഇരിക്ക. ബാക്കിൽ വെയിറ്റിനാണ് ഇവിടെ ഇരിക്കണത്. നേരത്തെ ഞാൻ കേൾക്കൂല.
സർവീസ് എപ്പോഴാണ് വരിക? 5000. 5000 മേലെ. ഇതിപ്പോ ഫസ്റ്റ് സർവീസ് ഇങ്ങനെ 1000 കിലോമീറ്റർ ആവണമെന്നല്ലേ? 1000 ആവണമെന്നൊന്നുമില്ല. 1000 അല്ലെങ്കിൽ ഒരു മാസം അങ്ങനല്ലേ? മറ്റേത് 5000 അല്ലെങ്കിൽ 6 മാസം. 6 മാസം അല്ലേ? അങ്ങനെ. പിന്നെ 10000 ഒരു വർഷം ഒരു 10 മാസം 11 മാസമൊക്കെ ചെയ്തോണ്ടി. അതില് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലാണ് ഓയിൽ ചേഞ്ചിങ് ഉണ്ടാവില്ലേ? അപ്പൊ ഈ സെക്കൻഡില് എന്തൊക്കെ ഉണ്ടാവുക? സെക്കൻഡിലും ചെക്കപ്പ് തന്നെ വരില്ലേ? ഈ ഡോറിന്റെ ബാക്കത്തെ ഡോറിന്റെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? എന്ത് സൗണ്ട്? നല്ല സൗണ്ട് ഉണ്ടോ? ആ ഒരു 2 സാധനം കടന്ന് ഇങ്ങനെ അടിക്കുന്ന ഒരു സൗണ്ടാണ്. ഇപ്പൊ നമ്മള് ഒരു പാത്രത്തില് 2 ചില്ലറ പൈസ ഇട്ടിട്ട് ഇങ്ങനെ കുലുക്കിങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനത്തെ ഒരു സൗണ്ട്. ചാക്കിന്റെ എന്തെങ്കിലും അതെന്തായാലും ഒന്ന് പറഞ്ഞാൽ മതി. സർവീസ് അഡ്വൈസറോട് ഒന്ന് പറഞ്ഞാൽ മതി. ഇതില് പിന്നെ കാർ വാഷ് ഉണ്ടാവില്ലേ? വാഷിംഗ് ഉണ്ടാവും. കാറ് അതോടെ എന്നല്ലേ കഴിക്കുക. ഇന്നത്തെ മഴയില് ഫുള്ള് ചളി കയറിയിട്ട്. അല്ലെങ്കിൽ സോക്കേസിൽ വെച്ചാൽ മതിയാറില്ലേ? അങ്ങനെ ഇതാക്കിട്ടാ കൊണ്ടുപോയി. എപ്പോഴാ ബുക്ക് ചെയ്തിരിക്കുന്ന ടൈം? 10:30 പറഞ്ഞത്. ഇപ്പൊ ടൈം എത്ര? 11 ലേഖാവോ വണ്ടിയൊക്കെ? ഇത് കാണിച്ചേ. അവിടെ പറഞ്ഞാ മതി. ഞങ്ങള് ഇവിടെ വെയിറ്റ് ചെയ്യണ്ടേ അല്ലേ? റിസപ്ഷനിലൊന്ന് പറഞ്ഞാൽ റിസപ്ഷനിൽ ഇവരോട് പറഞ്ഞോ. സർവീസ് അടിച്ചല്ലേ? ഇതില് വണ്ടിയിലേ ഈ ബാക്കിന്ന് ചെറിയൊരു നോയ്സ് കേൾക്കുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ പറയണം കേട്ടോ. അത് നേരത്തെ മറ്റേ ആദിലിനെട്ട് ഓടിപ്പിച്ചു, അപ്പൊ നോയ്സ് കിട്ടണില്ല. ടെക്നീഷ്യന് ആദിലെ ഓടിച്ചേ. കൊപ്പത്ത് വെയിറ്റ് ചെയ്യാതെ പോയിട്ട് വരുന്നുണ്ടോ? ഇല്ല, അവിടെ വെയിറ്റ് ചെയ്യാം. എത്ര ടൈം മണി? നല്ല ടൈം അടിക്കോ? സർവീസ് നമുക്കൊരു 12 ആകുമ്പോഴേക്കും തീരും. പിന്നെ വാഷിംഗ് ചിലപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം കഴിയുന്നുള്ളൂ. 1-2 ബ്രേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാവും. ഫാസ്റ്റ് ഒക്കെ നടക്കൂല. ഫാസ്റ്റ് സർവീസിൽ കൊടുക്കുക. 1 hour കൊണ്ട് നമുക്ക് ചെക്കപ്പ് തീർത്ത് വെക്കാം. അതല്ല, വാഷിംഗ് കൂടി ഫാസ്റ്റ് ആക്കാൻ പറ്റില്ല. വാഷിംഗ് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ചെക്കപ്പിന് ഒരു 1 hour എന്തായാലും എടുക്കും. 11 ആയില്ലേ? 2:30 ആകുമ്പോഴേക്ക് കൈ ഉണ്ടാവും. 1 മണിക്കൂർ കൊണ്ട് കൈ ഉണ്ടാവില്ല. നോക്കാട്ടോ, മാക്സിമം സ്പീഡാക്കി ചെയ്യാൻ പറ്റുമോ നോക്കാം. അണ്ടർ ബോഡി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് വൈശാഖ്. അടുത്ത സർവീസ് ഒരു 6 മാസം കഴിഞ്ഞിട്ടാട്ടോ. 6 മാസം? അതായത് വണ്ടി എടുത്ത ഡേറ്റിൽ നിന്ന് ഒരു 6 മാസം കഴിഞ്ഞിട്ട്. ഈ മാസം ഇൻക്ലൂഡ് കൂട്ടിട്ടല്ലേ? ഇല്ല, നമ്മള് ഫെബ്രുവരിയിലല്ലേ വണ്ടി ഡെലിവറി ചെയ്തേ. അല്ല, ഇപ്പൊ ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞല്ലോ. ഇനി അടുത്ത മാസം 1ക്ക് 6 മാസമാണ്, അങ്ങനെയാണോ? അല്ല, തുടക്കം മുതലേക്കല്ലേ? 25/8/2025 കേട്ടോ. ഓഗസ്റ്റില് വരുന്നത്. അല്ലെങ്കിൽ കിലോമീറ്റർ ഫസ്റ്റ് ആവുകയാണെങ്കിൽ 5000 കിലോമീറ്റർ ചെയ്താൽ മതി. ഈ മൈലേജ് കൂടാൻ മൈലേജിന് നമുക്കൊരു 10,000 സർവീസ് കഴിഞ്ഞു കേട്ടോ. അത് കഴിയേണ്ടി വരും. ഓയിൽ ചേഞ്ച് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. പ്രൊഡക്ഷനുള്ള ഓയിൽ കാര്യങ്ങളൊക്കെ വലിയൊരു വേരിയേഷൻ ഉണ്ടാവില്ല. നോക്കാം, ഓയിൽ ചേഞ്ച് കഴിഞ്ഞിട്ട് നോക്കാം. സൗണ്ടിന് നമുക്കൊന്ന് ടെക്നീഷ്യൻ ചോദിച്ചു. പിന്നെ ഇതില് ബാക്കിലെ പാർസൽ ട്രേ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ടോപ്പ് സിൽറ്റർ നിങ്ങൾ ഓർഡർ ചെയ്തിരുന്നു, സ്പെഷ്യൽ ഓർഡർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ അതിനോട് ഇവിടെ ഉണ്ട് പറഞ്ഞു, സ്റ്റോക്ക് എത്തിക്കണമെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ ക്യാഷ് വേറെ എന്തെങ്കിലും? ഇതൊന്നും ഇപ്പൊ അങ്ങനെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. സൗണ്ട് എവിടുന്ന് പറഞ്ഞാൽ ബാക്കിൽ നിന്നല്ലേ? ഈ ബാക്കിൽ നിന്നാ വരുന്നു. ചേട്ടാ അതൊന്ന് ഫ്രണ്ടിക്ക് ഒരു സൗണ്ട് ചെക്കാണ്, ഇന്റീരിയർ നോയ്സ് ആണ് ഇത്. ഹൈറേറ്റർ ഫ്രണ്ടിലുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ആ ഒരു നേരത്തെ ആദിലിനോട്ട് പോയപ്പോൾ സൗണ്ട് ഒന്നും കേട്ടില്ല കേട്ടോ. അന്ന് ഇവിടുത്തെ ടെക്നീഷ്യൻ വെച്ചിട്ടൊന്ന് ഓടിച്ച് നോക്കട്ടെ, എന്നിട്ട് ചെക്ക് ചെയ്യട്ടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഒരു ടൈമിൽ ഇങ്ങനെ തന്നെ കാര്യം ഒരു കാര്യത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സാധനം കിട്ടൂല. ഇപ്പം അയാൾ വന്നൊന്ന് ചെക്ക് ചെയ്യട്ടെ. നമ്മുടെ വണ്ടിയുടെ നോയ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ടെക്നീഷ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇയാളുടെ കൂടി വന്നാൽ മതി സൗണ്ട്. സൗണ്ട് ആ ബാക്കിൽ നിന്നാ വരുന്നു. ഇന്നത്തെ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നോ കേട്ടോ. ഇവിടെ ട്രാക്ക് ഉണ്ടാവും. അപ്പോൾ അത് ബാക്കിക്ക് വെയിറ്റ് ഉണ്ടാവുമ്പോളേ ഇവിടുന്ന് ആരെങ്കിലും 3 ബാക്കിലിടാൻ പറ്റുമോ? നോക്കാം. എല്ലാരും വർക്കിലായിരുന്നു. വെയിറ്റ് കയറുമ്പോഴാണ് സൗണ്ട് കിട്ടുന്നത്. നിങ്ങളെ പേരെന്തായിരുന്നു? ക്രിസ്റ്റി. ആ ഇതാണോ? വെയിറ്റ് ഇട്ടിട്ടൊന്ന് നോക്കാൻ പറ്റുമോ? നോക്കാൻ ചോദിച്ചോട്ടെ. ആ ടെക്നീഷ്യന്മാരുണ്ടാവും. വളരെ തിരക്കുള്ള ദിവസമാണ്. അത്യാവശ്യം കിട്ടി സൗണ്ട് കേൾക്കുക. ആവശ്യമുള്ള ടൈമിലാണ് വരൂല. നേരത്തെ കൊറേ ഓടി മറ്റേ അതിനെ കൊണ്ടേ. ഇവിടുത്തെ സെയിൽസ്മാൻ അല്ലേ? അപ്പൊ കിട്ടി ഇല്ല. ആരെങ്കിലും കിട്ടുമോ? ആവശ്യമുള്ള ടൈമിൽ സാധനം വരില്ല. നേരത്തെ മറ്റേ കൂടെ നല്ല ഓടി. എന്ത് ഒരു കിടികിടിയാണ്. ബാക്കിൽ മറ്റുണ്ട്. ഇനി ടെക്നീഷ്യനെ വിളിക്കുമ്പോ നോക്കിക്കോളും. ബാക്കിൽ 3 ടെക്നീഷ്യൻ കൂടി ഇരുത്താം. 2 പോകും. 2 കൂടി ഇരുത്താറുണ്ട്. അങ്ങനെ ബാക്കിൽ വെയിറ്റ് വെച്ചിട്ട് ഒന്ന് നോക്കി നോക്കാൻ കേട്ടോ. ട്രാക്ക് കൂടെ തന്നെ പോവാല്ലേ? ആ ഇനിയും വന്നില്ല എന്നുണ്ടെങ്കിൽ ഭാഗ്യമില്ല. കാർ സ്പോട്ടിൽ ഒരു വീഡിയോ ഇട്ടത് നിങ്ങളാണ്? ഇടയ്ക്കിടയ്ക്ക് റീൽസ് ഉണ്ട്.
കഴിഞ്ഞിട്ടേ ഞാൻ പിള്ളേരൊക്കെ ഒന്ന് വെച്ചൊന്ന് ഓടിച്ചു കേട്ടോ. ബാക്ക് ഡിക്കിന്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് കേൾക്കണ സൗണ്ട്. ഞാൻ എന്നിട്ട് ആ സ്റ്റെപ്പിന്റെ എന്തെങ്കിലും അതായതോ വിചാരിച്ചിട്ട് അവിടെ ഒന്നും കൂടി ടൈറ്റിൽ ഇട്ട് നോക്കി കിട്ടിയില്ലേ? ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒച്ചയാണോന്നും അറിയില്ല. അത് നോക്കി എന്നിട്ടും ആ സൗണ്ട് നല്ല വന്നു. നമ്പർ പ്ലേറ്റ് ഹോൾസിലോട്ട് ചേർന്ന് ചേട്ടാ ടിപി പ്ലേറ്റ് ചാക്കി നടക്കില്ലല്ലോ ഒന്ന് സർവീസ് ഒന്ന് നോക്കി നമ്പർ പ്ലേറ്റിന്റെ എന്താ ഈ ടിപി ബോർഡിന്റെ ചേട്ടാ ഗ്യാപ്പ് പൈപ്പ് അതിന് ഡബിൾ സൈഡ് ഉണ്ടല്ലോ. അത് എപ്പോഴും കിട്ടണ്ടേ? അങ്ങനെ സൗണ്ട് ആവില്ലല്ലോ. സൗണ്ട് അല്ലല്ലോ, സൗണ്ട് അല്ലല്ലോ. മെറ്റൽ സൗണ്ടാണ് ഇതല്ല. ഞാൻ ഒരു പാത്രത്തിൽ ഇപ്പൊ 2 മെറ്റൽ ഇട്ട് നമുക്ക് കുലുക്കി ഇങ്ങനെ സൗണ്ട് വരുമല്ലോ, ആ ഒരു സൗണ്ടാ. സർവീസ് കഴിഞ്ഞിട്ട് നോക്കി. ഇപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ വണ്ടിയുടെ സർവീസും വാഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ക്ലീൻ ചെയ്തിരിക്കണം, സെറ്റാക്കിക്കണം വണ്ടി, ഗിരിയേട്ടനായിക്കണം വണ്ടി. സൗണ്ടിന്റെ നോക്കി കൂടാണെങ്കിൽ കൊണ്ടുവന്നാ മതി. ശരി ഇത് മാറ്റം വെച്ചില്ല. അടിക്കുന്ന സംഭവം ഉള്ളിലല്ലേ ക്ലീൻ ആക്കി, മാറ്റ് ക്ലീൻ ആക്കാൻ പറഞ്ഞു അഖിലേ. അപ്പൊ നമ്മൾ എത്ര മണിക്ക് വന്ന വെച്ചിട്ടാ 10:30 വന്നാട്ടോ. 10:30 വന്നിട്ട് 3:15. ഇനി ഇവിടുന്ന് പുറത്തു പോവാണ്. പിന്നെ വണ്ടിക്ക് ഇതാ ഞാൻ പുറത്തുനിന്ന് പറഞ്ഞുതരാം. വണ്ടിയിൽ ഒരു ഫോട്ടോ എടുക്കാണ്ട് നമ്മളെ വീഡിയോക്ക് തമ്പനയിൽ എടുക്കാൻ വേണ്ടിട്ട്. ആ ഗേറ്റ് പാസ് അറിയില്ല എൻ്റെ ശരി. ആടാ മറ്റേ ചങ്ങായിനെ വിളിക്കാൻ പറഞ്ഞിരുന്നോ സെയിൽസ്മാന്? മറ്റേ എന്റെ ഓനെ വിളിക്കാണ്ട് പുറത്ത് വിട്ടിട്ട് എന്റെ ഫോണ് കഴിഞ്ഞിക്കോളൂ. ഞാൻ ഇപ്പൊ പുറത്തുണ്ട്. ഓക്കെ, നല്ല അടിപൊളി കേട്ടോ. വിളിച്ചാ എടുക്കുക, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒക്കെ പറഞ്ഞു തരും. നമ്മൾ വണ്ടി എടുക്കുമ്പോ തന്നെ പഴയ വണ്ടി സെയിൽ ചെയ്യുന്നോണ്ടേ കണ്ടമാനം പണിയാൻ നിൽക്കണം അയാൾക്ക്. പക്ഷെ ഒക്കേനും കറക്റ്റ് പക്കായിട്ട് ചെയ്താ നിൽക്കണം. ഗേറ്റ് പാസ് കൊടുത്തേക്കണു. വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഇടാൻ പറ്റും. ഒരു ഫോട്ടോ എടുക്കണ്ടായിരുന്നു. എവിടെ ഇടുക? ഈ ഭാഗത്ത് എന്തോ അവിടെ കാണിക്കുന്നുണ്ട്. ആ മറ്റേ വണ്ടി ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് നോക്കട്ടെ. റെഡ് കളർ പുതിയ വണ്ടിയാ തോന്നൂലേ? ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ഇവിടുന്ന് അങ്ങനെ അടുപ്പിച്ചിട്ടാ മതി. വെള്ളം വന്നിക്കണ
ഇങ്ങനെ ഇടാണോ? എങ്ങനെയുണ്ട് മുന്നേ ബാക്ക് എങ്ങോട്ടുണ്ട്? ഈ അമാന ടൊയോട്ടോ ഒന്ന് കാണിക്കാൻ പറ്റുന്ന രീതിക്ക് ഈ ഐറൈഡറിന്റെ പിന്നിൽ ഇടാൻ പറ്റുമോ? ആ ചെരിച്ചിട്ട് ഈ ഇത് നേരെ അങ്ങോട്ടായിട്ട് അങ്ങനെ വില എങ്ങനെ? വേറെ എവിടെയെങ്കിലും ഇങ്ങനത്തെ സെയിൽസ്മാനെ കണ്ടിക്കണെങ്കിൽ അതിനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അമാനക്ക് തന്നെ വേണം പെയിന്റിലെ മണ്ണക്ക്. അപ്പൊ കൈസ് ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് സർവീസിന്റെ ചെയ്യാനുള്ളതൊക്കെ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. വണ്ടി വാഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ പോവാൻ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ഡെലിവറിയുടെ ടൈമിലെ വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു നമ്മളെ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ നമ്പർ തായോ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ വണ്ടി മേടിക്കുമ്പോൾ ഉള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് നിൽക്കുന്നത് ആദിൽ എന്ന പേര്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇന്റർവ്യൂസ്. നിങ്ങൾ ഏത് വണ്ടി നോക്കുന്നുണ്ടെങ്കിലും ടൊയോട്ടയുടെ വണ്ടി നോക്കുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി തരുന്നതാണ്. ഇവരുടെ കോണ്ടാക്ട് നമ്പർ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. പക്കേട്ടോ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞുതരൊക്കെ ചെയ്യും. അപ്പൊ നമ്പർ അടിയിൽ കൊടുക്കട്ടോ. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി. ഓക്കെ, ഇൻഷാല്ലാ കാണാം. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്താ വെച്ചിട്ടാ, ഇപ്പൊ ഈ വണ്ടിയുടെ ഓർണ് ഈ ഒരു ഓർണാണ്, അതൊന്ന് ചേഞ്ച് ചെയ്യണം. ഒരു പെൻസിലൊക്കെ ഉണ്ടാവില്ല, ഒരു എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാവില്ലേ, അതേപോലത്തെ ഒരു സൗണ്ട് ആക്കണം. അത് ചെറിയ വണ്ടിക്കൊക്കെ നല്ലൊരു സൗണ്ട് പോലെ, അതൊന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ ഈ ഗിയറിന്റെ നോബ് ഉണ്ടല്ലോ, കാണിച്ചാ ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ, ഈ ഗിയറിന്റെ നോബ്, ഈ സാധനം ഒന്ന് ചേഞ്ച് ചെയ്യണം. പക്ഷെ അതിൽ ഏത് മോഡലാ വെക്കുക എന്നറിയില്ല. അപ്പൊ ആരെങ്കിലും ഒരു സജഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളെ വണ്ടിയുടെ ഫോൺ ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടേ നമ്മളെ ഫസ്റ്റ് വർക്ക് ചെയ്ത ഷോപ്പിൽ തന്നെ വന്നു കേട്ടോ, കാർ സ്പോട്ട്. അവിടെ അടിക്കൂലല്ലോ. എവിടെ പെട്ട് കുറച്ചാണ് സൗണ്ട് കൂടി വരെ തോന്നിട്ടാ ഈ ബോണ്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ ഇതോ സൗണ്ട് കേൾക്കണം പുറത്തേക്ക്. ഇതാണൊക്കെ എല്ലാടെ പറഞ്ഞേ, എല്ലാരും ഫുള്ളല്ലേ മൂന്നാല് ടൈപ്പ് വരുന്നുണ്ട്. ഏതൊക്കെ ഒന്നുകൂടി ഒന്നും കൂടി നല്ലത് ഈ സിൽവർ അല്ലേ? എന്താ റേറ്റ്? അത് 2,450 വരും. 2,450. ഈ ഇതൊന്ന് ഓണാക്കി. ഇത് എന്തിന് ഏത് വണ്ടിയിലൊക്കെ യൂസ് ചെയ്യണം? നമ്മള് ചില ബെൻസിന് അങ്ങനത്തെ ഒരു വണ്ടിയല്ലേ, അങ്ങനത്തെ ചില പെർട്ടിക്കുലർ സൗണ്ടാണ് വരുന്നത്. അത് 3,900 ആ റേഞ്ച് വരും. പക്ഷെ അതിനെക്കാട്ടിലും ബെറ്റർ കൂടി ലൗഡ് അതാ വരിക. ഇതിനോ? ഇതൊന്ന് പിള്ളേടിച്ചോ, ഇതൊന്നുകൂടി ലൗഡ് പോലെ. ഇതോ അത് കമ്മിയാണ്. ഇതാണല്ലേ? അത് മോസ്റ്റ്ലി കൂടുതൽ പോണ സൗണ്ട് അതാ. എന്നാ വെക്കാം. അതിനെന്താ റേറ്റ് പറഞ്ഞു? 2,450. ഇന്നൊന്ന് മാക്സിമം ഫാസ്റ്റ് ആക്കാണോ? സ്പീഡ് ചെയ്യാം നമുക്ക്. ചിലപ്പോ സമയം എടുക്കട്ടോ. അവിടെ കുഴപ്പമില്ല. അവിടെ തന്നെ ഒരു 3-4 മണിക്കൂർ ഇരുന്നിട്ടേ. ഈ ഒരു കാണുന്ന ഈ ഒരു ഹെല്ല എന്നുള്ള ബ്രാൻഡിന്റെ ഒക്കെ നമ്മളെ വണ്ടിയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഓണായിട്ട്. ഇതില് പിന്നെ നമ്മളെ ഗിയറിന്റെ നോബ് ഉണ്ടല്ലോ, അതിനെന്താ പ്രൈസ് വരുന്നത്? ആ മറ്റേ ഒരു ലൈറ്റ് കത്തുന്ന മോഡൽ ഉണ്ടല്ലോ, ടൊയോട്ട ലോഗോ ആയിട്ട് കത്തണ. അത് ഓട്ടോമാറ്റിക്കലി വരിക. അല്ലാതെ നമുക്ക് കസ്റ്റമായിട്ട് വെക്കാൻ പറ്റൂല. ഇതുണ്ടല്ലോ മറ്റേതുണ്ടല്ലോ, നമ്മളെ ഗിയറിന്റെ അതുണ്ടല്ലോ, അത് നമ്മള് കുറച്ച് ഇത് ചെയ്യണം, കട്ട് ചെയ്യേ ഷേപ്പ് ചെയ്യേ. അങ്ങനെ ഉണ്ടോ? അത് പോകൂല. ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോ നേരെ പോകും. അപ്പൊ ഇതില് കേറുന്ന പിന്നെ ഏതാ കാര്യം? ഇതിന്റെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടാണ് ആ ഒരു അതുള്ളൂ അല്ലേ പറ്റുക? മറ്റേതാണെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കണം. അങ്ങനെ ഉണ്ടല്ലേ? എല്ലാത്തിനും സമയമാണല്ലേ? അവിടെ നോമ്പ് കഴിഞ്ഞ എപ്പോഴും ഷോപ്പ് അടക്കുക? നോമ്പ് കഴിഞ്ഞ് 5:30-6 മണി വരെ ഉള്ളൂ. അല്ലെങ്കിൽ ആ ടൈം തന്നെ ഉള്ളൂ അല്ലേ? ഓക്കെ. നോമ്പ് ആയതുകൊണ്ട് 5:30-6 മണി ആ ടൈം വരെ ഉണ്ടാവും. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വരാം. നമ്മുടെ ഓണ് ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിന്റെ ബമ്പർ അയക്കണ്ടേ കേട്ടോ.
അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞു കേട്ടോ. ഒരു ഓണ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്ന് ഓർണടിച്ചാൽ സാധനം എങ്ങനെയുണ്ട്? സെറ്റല്ലേ? നല്ല ലൗഡ് കേട്ടോ. നിൽക്ക് ഇനി അവിടുത്തെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഇന്നത്തെ ചെയ്യേണ്ട വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ടോ. ഹോണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്നുകൂടി കളിപ്പിച്ചു തരാം. അതാട്ട് നമ്മുടെ ഹോണ്. നല്ല ലൗഡ് ഉണ്ട്. വീഡിയോ അങ്ങനെ കാണുമെന്നറിയില്ല, പിന്നെ വണ്ടി ഫുൾ അടച്ചിട്ടില്ലേ. അപ്പോൾ എന്താ പാടുന്ന അഭിപ്രായം പറയാം. പിന്നെ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ റേറ്റ് ഒന്ന് നിങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ 2400 ആട്ടോ ഹോണിന് റേറ്റ് ആയത്. അത് 2200 ലാസ്റ്റ് കൊടുത്തു. പിന്നെ പാർസൽ ട്രേക്ക് 1600 സംതിങ് വന്നത്, 1633 എത്രയും തോന്നുന്നു പാർസൽ ട്രേ. പിന്നെ അതിക്കൂടെ പ്ലസ് GST കൂടി ആഡ് ചെയ്തപ്പോൾ GST നല്ല കയറ്റിക്കുന്നു, 2200 ആയി. എന്താ GSTയുടെ ലെവല്. പിന്നെ ഇതപ്പം അതിൽ ചെയ്തിട്ടുള്ളത്. ഇനി എനിക്ക് ഗിയറിൻ്റെ നോബൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. അത് നിങ്ങളുടെ നമ്മുടെ വീഡിയോ കാണുന്നില്ല ആരെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഏതാ ചെയ്യേണ്ടത്, ഏതാ മോഡല് ഒന്ന് ആരെങ്കിലും അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമുക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഫോണിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ വണ്ടിയിൽ എനിക്ക് മേത്ത ക്രോസ് ബാറൊക്കെ വെക്കണമെന്നുണ്ട്. അപ്പോൾ വെച്ച ബോറാകുമെന്നാവോ. അപ്പോൾ അതും കൂടി ഒന്ന് അഭിപ്രായം പറയാം. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.